രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പർവ്വങ്ങളുടെ വലിപ്പത്തിന് വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ പർവ്വങ്ങളാണ് ശാന്തി പർവ്വവും അനുശാസനവും. ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും വലുത് ശാന്തി പർവ്വം തന്നെയാണ്. ഈ രണ്ട് പർവ്വങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യധർമ്മം, ഗൃഹസ്ഥധർമ്മം, ബ്രഹ്മചാരിയുടെ ധർമ്മം, വാനപ്രസ്ഥന്റെ ധർമ്മം, സന്യാസിയുടെ ധർമ്മം, രാജധർമ്മം, ഏറെയും രാജധർമ്മം വളരെ വിശദമായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ, ഈ രണ്ട് പർവ്വങ്ങളിൽ, ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലുമായിട്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ കൃഷ്ണന്റെ സാന്നിധ്യത്തില് യുധിഷ്ഠിരന്റെ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നത് നമുക്ക് കേൾക്കാം, കാണാം. 5000 വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമാണത്. അന്നേ ഭാരതത്തിലെ ഭരണമീമാംസ, രാജധർമ്മമീമാംസ എത്ര കണ്ട് പുരോഗമിച്ചിരിക്കുന്നു എന്ന് നമുക്കതിൽ നിന്നിട്ട് അറിയാനായി സാധിക്കും. എല്ലാ ജനങ്ങളെയും തുല്യരായി കണ്ട് ആരോടും ഒരു പ്രത്യേക മമതയോ വിരോധമോ ഇല്ലാതെ എല്ലാവർക്കും തുല്യതയോടെ സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും ധർമ്മ അർത്ഥ കാമ മോക്ഷാദികളൊക്കെ അവരവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അവരവരുടെ പരിശ്രമശീലത്തിനനുസരിച്ചിട്ട് നേടി ജീവിതത്തെ ധന്യമാക്കാനും ഒക്കെയുള്ള അവസരം, അതാണ് ഭരണയന്ത്രം ലോകത്തിന് നൽകേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച ജീവിത ആദർശമാണത്. നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കടന്നു ചെന്നാൽ അതെല്ലാം നേരിട്ട് പഠിക്കാം. അത്ഭുതകരമായ ഒരു ലോകമാണത്. അതുകൊണ്ടാണ് ഭാരതം രാമരാജ്യമായി തീരണം എന്ന് മഹാത്മജി പറഞ്ഞു വെച്ചത്. ആ ഭരണയന്ത്രത്തിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ രാജാവായിരിക്കുന്നയാൾ ഒരു മനുഷ്യനാണ്, ഒരു ഗൃഹസ്ഥനാണ്. അതേസമയം അദ്ദേഹം ഭരണയന്ത്രത്തിന്റെ സമുന്നത അധികാരിയുമാണ്. ഭരണസംഹിതയെ നേരത്തെ പറഞ്ഞ പ്രകാരത്തിലുള്ളതായ ഗ്രന്ഥങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഭരണസംഹിത, ഋഷിവര്യന്മാര് അതിനെ പഠിച്ചിട്ട് ഉപദേശിക്കുന്നു. ആ ഭരണസംഹിതയെ ഭംഗിയായി നിലനിർത്തുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് ആ ഋഷിവര്യന്മാർ. അവരുടെ ഉപദേശമനുസരിച്ച് രാജാവ് രാജ്യഭരണം നിർവഹിക്കണം. അതിനുള്ള ചുമതലയാണ് രാജ്യത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ ഒരു പ്രണയിനിക്ക് കൊടുത്തതായ വാക്കിനു വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഭാഗധേയത്തെ പന്താടാനുള്ളതല്ല. അതിനുള്ള അധികാരം ഒരു രാജാവിനുമില്ല. ഇത് അറിവുള്ള, ദശരഥൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അറിവുള്ള ഒരു വൃദ്ധനോട്, ഒരു പണ്ഡിതനോട്, ജ്ഞാനവൃദ്ധൻ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തേനെ. വ്യക്തി, ഗൃഹത്തിന്റെ നാഥനായിരിക്കുന്ന വ്യക്തി രാജ്യത്തിന്റെ നാഥനായിരിക്കുമ്പോഴേക്കും പാലിക്കേണ്ടതായ, നിർവഹിക്കേണ്ടതായ കർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുത്തേനെ. രാജാവിന് കിരീടം ആർക്കും അതിന്റെ യഥാർത്ഥ അവകാശിക്ക് നിഷേധിക്കാൻ അധികാരമില്ല, വേറൊരാൾക്ക് കൊടുക്കാനും അധികാരമില്ല. രാജാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക്, രാജാവായിരിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതിലിടപെടാൻ ഒരു അധികാരവുമില്ല. ഇത് ദശരഥന് ഇപ്പോൾ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഇത്രയും കാലം അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കൈകേയിയുടെ ആ വാക്കുകളും
അതുവരെ അവരുടെ പെരുമാറ്റം ദശരഥനിൽ ചെലുത്തിയതായ സ്വാധീനവും ചേർന്നിട്ട് ഒരു നിമിഷം അദ്ദേഹം ഭരണയന്ത്രത്തിന്റെ ഭരണസംഹിതയുടെ നിലനിർത്താൻ ചുമതലപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ തനിക്കുള്ളതായ കടപ്പാട് ഓർത്തില്ല. പകരം നൽകാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞിടത്താണ് അബദ്ധം പറ്റിയത്. ദശരഥൻ ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ആ വാക്കുകളിൽ കൂടി ധ്വനിക്കുന്നത്. അത് അദ്ദേഹം ചെയ്തിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. അതെല്ലാം നമുക്ക് ഈ അവസരത്തില് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, രാജ്യത്തിന്റെ ഭരണാധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഓരോരോ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അതേപോലെ കുടുംബത്തിന്റെ അധികാര തലത്തിലിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും എങ്ങനെയാണ് താൻ പ്രവർത്തിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്ന് ഈ സന്ദർഭം തന്നെ വ്യക്തമാക്കി തരുന്നു. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം, അതിൽ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു കയറരുത്. തന്റെ സ്നേഹവും തന്റെ വിരോധവും അതിലൊന്നിലും കടന്നു കയറരുത്. നിക്ഷിപ്തമായിരിക്കുന്ന ആ ചുമതലയെ തികച്ചും നിർമ്മമനായിട്ട് അങ്ങേറ്റം ശുഷ്കാന്തിയോടുകൂടിയിട്ട് നിർവഹിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അത് ധർമ്മ്യമായി തീരുക. അത് നമുക്കിവിടെ ഭംഗിയായിട്ട് തിരിച്ചറിയാനായി സാധിക്കുന്നു. ഇങ്ങനെ മഹാരാജാവ് അങ്ങേറ്റം വേദനയോടുകൂടിയിട്ട് രാമ 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 ലക്ഷ്മണ സീതേ സീതേ എന്നൊക്കെ ഇങ്ങനെ നിലവിളിച്ച് ഭൂമിയിൽ വീണും ആ ഭൂമിയിൽ ഉരുണ്ടും ഇങ്ങനെ കരയുന്ന അവസരത്തില് ബാക്കി എല്ലാ ജനങ്ങളും അതേ പ്രകാരത്തില് കണ്ണുനീർ പ്രവഹിപ്പിക്കുകയാണ്, കരയുകയാണ്. കൗസല്യയും സുമിത്രയും അങ്ങനെ തന്നെ കരയുകയാണ്. കൗസല്യയുടെ പ്രതികരണം, രാജാവിനോടുള്ള വാക്കുകൾ, അതാണ് അടുത്ത അധ്യായം, 60-ാമത്തെ അധ്യായം അഥവാ 60-ാമത്തെ സർഗം. നാളെ നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതിന് ഗുരുനാഥൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രീരാമസീത ആഞ്ജനേയ മഹാപ്രഭു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥന കൂടി. ഇന്ന് ഫേസ്ബുക്ക് എന്നെ കുറേയേറെ നേരം, അരമണിക്കൂർ, 8:15 മുമ്പേ തുടങ്ങി അരമണിക്കൂർ എന്നെ വട്ടം കറക്കി. അതേപോലുള്ളതായ തടസ്സങ്ങൾ നാളെ ഫേസ്ബുക്ക് നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാതിരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട്, അതുകൊണ്ട് 10-15 മിനിറ്റ് താമസിച്ചാണ് തുടങ്ങാൻ പറ്റിയത്. നാളെ അത്തരം കുഴപ്പങ്ങൾ വരാതിരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ, അവരെല്ലാവരും എൻ്റെ ഗുരുനാഥന്മാരാണ്, ആ ഗുരുനാഥന്മാരുടെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളുന്നു. ജയ് സീതാറാം. ഈ ലൈവ് വീഡിയോ 30 ദിവസം ഇതേ പ്രകാരത്തിൽ ഫേസ്ബുക്കിൽ കിടക്കും. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും, എത്ര തവണ വേണമെങ്കിലും ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. ഇത് ഞങ്ങളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണോ ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്യുന്ന ആ വീഡിയോ ഞങ്ങൾ പിന്നീട് യൂട്യൂബിലിടും. ഓഗസ്റ്റ് മാസം ആദ്യം മുതൽ ഇന്നലെ ആരംഭിച്ചതായ ഈ പ്രോഗ്രാം 10, 12, 15 മിനിറ്റ് വെച്ച് യൂട്യൂബിൽ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ ആളുകൾ യൂട്യൂബ് മാത്രം കാണുന്നവരാണ്, ഫേസ്ബുക്കിലേക്ക് വരുന്നവരല്ല. അവർക്ക് ലഭിക്കാനും, ഇത് മാത്രമല്ല 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് ഫേസ്ബുക്കിൽ കിട്ടില്ല. ഓരോ വീഡിയോയും 30 ദിവസം കിടക്കും. അപ്പോൾ അതിനുശേഷം വീണ്ടും കാണണം, കേൾക്കണം
എന്നുള്ള ആളുകൾക്ക് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണുവാനായി സാധിക്കും. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ ചാനലിൽ, ആ ചാനലിലേക്ക് വരണം. ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ചാനലിലെ വിവിധങ്ങളായ വിഷയങ്ങൾ കോവിഡിന്റെ ലോക്ക്ഡൌൺ തുടങ്ങിയ അന്ന് തൊട്ട് ഇന്നോളം എല്ലാ ദിവസവും ഒരു മുടക്കവും വരാതെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം അധ്യാത്മരാമായണം, മലയാളത്തിലുള്ളത് എഴുത്തച്ഛൻ നമുക്ക് പകർന്നു തന്ന അധ്യാത്മരാമായണം 32 ദിവസം കൊണ്ട് ഇവിടെ ചർച്ച ചെയ്തതും കഴിഞ്ഞ വർഷം വാൽമീകി രാമായണം തുടങ്ങിയതും 1-2 വർഷം കൊണ്ട് നമുക്ക് വാൽമീകി രാമായണം 24,000 ശ്ലോകം നമുക്ക് പൂർണ്ണമാക്കാം. അതിനെ ഗുരുനാഥൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ യൂട്യൂബ് ചാനലിലേക്ക് വരണം. അത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അയൽവാസികളോടുമൊക്കെ ഇത് പറയണം. നമ്മുടെ മഹാഗ്രന്ഥങ്ങളെ നാം അറിയണം. നമ്മളെ കുട്ടികള് ഇതെല്ലാം പഠിക്കണം. അവരെല്ലാം രാമചന്ദ്ര മഹാപ്രഭുക്കളായിട്ട് വളർന്നു വരാനുള്ളവരാണ്. അങ്ങനെ കരുത്തന്മാരായിട്ടുള്ള പുതിയ തലമുറ ഇവിടെ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നാം എല്ലാം കൂട്ടായിട്ട് പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.